ദൈവത്തിനോട് എഴുതാൻ പോക്കുണ്ട് അവിടെ സ്ഥലം കൈയെടുക്കലുണ്ട നല്ല അറിവും ബോധവും നേടി പഠിച്ച് ജയിച്ച് ഉന്നതിയിലെത്തി നാളെയൊക്കെ എൻ്റെ ദൈവം എന്ന് പ്രാർത്ഥിച്ച് കൈയെടുത്ത് നല്ല വിദ്യ പഠിച്ചാൽ ഒരു വഴി തമ്പുരാൻ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. പ്രതിസന്ധികളുണ്ടായ കാലത്ത് നിന്നെ രക്ഷിക്കാൻ തമ്പുരാൻ ഉണ്ടായി ചിന്തിച്ച് നോക്കിയൊന്നും ഒരു പ്രതിസന്ധിയിൽ നീ എന്ത് വേണമെന്ന് ചിന്തിച്ചിങ്ങനെ എങ്ങനെയാണ് നിന്റേതായിരിക്കുന്ന ചിന്താമണ്ഡലത്തിൽ പോലും നിനക്ക് ഉത്തരം കിട്ടാതെ നീ ഇങ്ങനെ നിൽക്കുമ്പോ എന്ത് വേണമെന്ന് ചിന്തിച്ച് നോക്കുന്ന നേരത്ത് നിനക്ക് ഉത്തരമായിട്ട് തമ്പുരാൻ നിന്റെ മുമ്പിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ ഇങ്ങനെയാണ് ഉറങ്ങാനും ഞാനും നീയും ഒരു വഴിയുണ്ട്. അപ്പം ആ വിളിച്ചതായിരിക്കുന്ന വിളിക്ക് അന്ന് നീ വിളിച്ചതായിരിക്കുന്ന വിളിക്കില്ലേ എൻ്റെ ദൈവയെ നീ ഒന്ന് വിളിക്കുമ്പോൾ ഒരു വിളി 9 കൂറ്റായിട്ട് തമ്പുരാൻ നിന്റെ കയ്യിൽ നാളേക്കും ഇതേ പ്രകാരം നല്ല വിദ്യ പഠിക്കണം. മാതാവിനെയും പിതാവിനെയും എന്നും അനുസരിച്ച് ഇന്ന് നീ ജീവിക്കുന്നത് പോലെ ഒരു നല്ല പുത്രിയായിട്ട് നടക്കും. നല്ല അറിവും ബോധവും നേടി പഠിച്ച് ഉന്നതി കരസ്ഥമാക്കാനുള്ളതായിരിക്കുന്ന യോഗഭാഗ്യമുണ്ട്. യോഗമുണ്ടായത് കൊണ്ട് മാത്രം കാര്യം എന്ത് വേണം? അതിന് ഒരു നല്ല യോഗമുണ്ട്, ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതിനെന്ത് വേണം? നമ്മളിലേക്ക് നമ്മൾ തന്നെ അടുപ്പിക്കണം അല്ലേ. അത് നമ്മൾ തന്നെ നമ്മുടേതായിരിക്കുന്ന ഭക്തിയും വിശ്വാസവും പ്രാർത്ഥനയും ശേഷം നമ്മുടെ കഴിവും കൊണ്ട് അതിന് നമ്മളിലേക്ക് അല്ലേ അങ്ങനെ വേണം. അപ്പം നിനക്ക് ഇതിൻ്റെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. ശേഷം എൻ്റെ പുത്രി അതിനു വേണ്ടി പരിശ്രമിച്ചാൽ എല്ലാം നടന്ന് നേരെയായിട്ടാകുമ്പോൾ ഈ ഒരു വരവുണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ. എന്തെങ്കിലും തരും അവിടെ ഈ വെറുതെ വന്നിട്ട് കാര്യമില്ല. അന്ന് വരുമ്പോ ഞാനീ പറഞ്ഞതിനെല്ലാം അല്ലേ അല്ലേ തമ്പുരാൻ നീ പറഞ്ഞു വെച്ചതായിരിക്കണം നിന്റെ കാര്യങ്ങൾക്ക് അല്ലെ. ഞാൻ നിനക്കുന്ന അനുഗ്രഹമായിട്ട് തന്നു പോന്നിരിക്കുന്ന സകല കാര്യത്തിലും നിനക്ക് തരേണ്ടതെന്താണ്? നിനക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുച്ചു നിരക്കാൻ കുറച്ച് തന്നാൽ എന്നും പെരുതാഹമായിട്ട് നടക്കുന്ന ഭഗവാനാണ് നീ. നീ നല്ലതായിരിക്കുന്ന തൊഴിലും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ധനവും ധനപ്പാടൊക്കെ വാങ്ങി കൈയെടുക്കുന്ന നേരത്ത് ഈ സന്നിധാനം മുമ്പ് ഏതുമായിട്ടൊന്ന് കൈയെടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ വേണ്ട നിനക്ക് നിദ്രയും അതാകുമ്പോൾ നിനക്ക് ഞാനും നീയും തമ്മിലൊരു വിശ്വാസത്തിൻ്റെ അനുഭവം കൂടിയുണ്ട് അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ. തമ്പുരാൻ്റെതായിരിക്കുന്ന ഒരു അനുഗ്രഹം നിൻ്റെതായിരിക്കുന്ന നിദ്രയെങ്കിലും നിനക്കൊരു അനുഭവമായിട്ട് കാണിച്ചു തരുമ്പോൾ ഇങ്ങനെ തമ്പുരാൻ എന്നിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കൂടി നിനക്കുണ്ട്. അങ്ങനെ അതോ കേട്ടോ.